കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമായിരിക്കുകയാണ്. സർജറിക്കിടെ സംഭവിക്കുന്ന ഗുരുതരമായ വീഴ്ചകൾ ഒഴിവാക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് പുതിയൊരു സർജിക്കൽ സേഫ്റ്റി പ്രോട്ടോകോൾ പുറത്തിറക്കിയിരിക്കുന്നു. പണ്ട് സംഭവിച്ചതുപോലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിൽ ഉപകരണങ്ങൾ മറന്നു വെക്കുന്നതോ മാറി ശസ്ത്രക്രിയ നടത്തുന്നതോ ഇനി അനുവദിക്കില്ല. എന്താണ് ഈ പുതിയ മാറ്റങ്ങൾ? ആരാണ് ഇതിന് ഉത്തരവാദികൾ? നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു പ്രോട്ടോകോളിന്റെ ആവശ്യം വന്നത്? കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഉണ്ടായ ചില നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഇതിന് കാരണം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രികയോ മറ്റു ഉപകരണങ്ങളോ രോഗിയുടെ ശരീരത്തിനുള്ളിൽ തന്നെ മറന്നു വെക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. മെഡിക്കൽ കോളേജുകളിലെ അമിതമായ തിരക്കും ജോലിഭാരവും പലപ്പോഴും ചെറിയ ശ്രദ്ധക്കുറവുകൾക്ക് കാരണമാകുന്നു. വീഴ്ച സംഭവിച്ചാൽ ഡോക്ടർമാരും നേഴ്സുമാരും പരസ്പരം പഴിചാരുന്ന രീതി അവസാനിപ്പിക്കാൻ ഓരോ ഘട്ടത്തിലും വ്യക്തമായ ഉത്തരവാദിത്തം നിശ്ചയിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ കേരളത്തിലും ഉറപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. മുൻപ് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഇപ്പോൾ എങ്ങനെയാണ് മാറിയത്? മുൻപ് പലപ്പോഴും അനൗദ്യോഗികമായ രീതിയിലായിരുന്നു പരിശോധനകൾ നടന്നിരുന്നത്. സർജറിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ലിസ്റ്റ് കൃത്യമായി രേഖപ്പെടുത്തുന്നതിൽ പലപ്പോഴും പാളിച്ചകൾ ഉണ്ടായിരുന്നു. കൂടാതെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലെ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തിന് കൃത്യമായ വിലക്കുകളും ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ പ്രോട്ടോകോൾ അവയെ കൂടുതൽ ഫുൾ പ്രൂഫ് ആക്കുന്നു. പഴയ രീതിയിൽ പേഷ്യന്റിനെ തിരിച്ചറിയാൻ വാക്കാൽ ചോദിച്ചും കേസ് ഷീറ്റ് നോക്കിയുമായിരുന്നു പലപ്പോഴും സ്ഥിരീകരണം. എന്നാൽ പുതിയ രീതി അനുസരിച്ച് പേഷ്യന്റിന് കളർ കോഡഡ് റിസ്റ്റ് ബാൻഡ് നിർബന്ധമാണ്. ഇതിൽ രോഗിയുടെ വിവരങ്ങളും സർജറിയുടെ വിശദാംശങ്ങളും ഉണ്ടാകും. നേരത്തെ സർജറി ഭാഗം അടയാളപ്പെടുത്തിയിരുന്നത് പലപ്പോഴും തിയേറ്ററിൽ വെച്ചായിരുന്നു. എന്നാൽ പുതിയ പ്രോട്ടോകോൾ പ്രകാരം സർജറിക്ക് തലേ ദിവസമോ അല്ലെങ്കിൽ വാർഡിൽ വെച്ചോ തന്നെ സർജറി ചെയ്യേണ്ട ശരീരഭാഗം കൃത്യമായി മാർക്ക് ചെയ്തിരിക്കണം. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ മൊബൈൽ ഫോണിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ശ്രദ്ധ തിരിയാതിരിക്കാൻ അനാവശ്യ സംസാരങ്ങളും പാടില്ല. ശസ്ത്രക്രിയയ്ക്ക് മുൻപും ശേഷവും ഉപകരണങ്ങളുടെ എണ്ണം തിയേറ്ററിലെ വൈറ്റ് ബോർഡിൽ രേഖപ്പെടുത്തണം. ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കേരളത്തിന്റെ സാഹചര്യങ്ങളും കൂടെ പരിഗണിച്ച് 3 ഘട്ടങ്ങളായുള്ള സുരക്ഷാ പരിശോധനയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സൈൻ ഇൻ. അനസ്തേഷ്യ നൽകുന്നതിന് മുൻപ് രോഗിയുടെ പേര്, ഏത് ഭാഗത്താണ് സർജറി എന്നത് ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് ഉറപ്പുവരുത്തുന്നു. ടൈം ഔട്ട്. സർജറി ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് തിയേറ്ററിലെ മുഴുവൻ ടീമും ഒരിക്കൽ കൂടി രോഗിയുടെ വിവരങ്ങളും ചെയ്യാൻ പോകുന്ന സർജറിയും ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നു. സൈൻ ഔട്ട്. സർജറി കഴിഞ്ഞാൽ ഉടൻ ഉപയോഗിച്ച ഉപകരണങ്ങളുടെ എണ്ണം, സൂചി എന്നിവയുടെ എണ്ണം കൃത്യമാണോ എന്ന് വീണ്ടും പരിശോധിക്കുന്നു. ഇത് വൈറ്റ് ബോർഡിൽ രേഖപ്പെടുത്തണം. എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു മാറ്റം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. തിരക്കേറിയ ആശുപത്രികളിലെ ഡോക്ടർമാർക്കോ സ്റ്റാഫിനോ സംഭവിക്കാവുന്ന ചെറിയ മറവികൾ പോലും വലിയ അപകടങ്ങളിലേക്ക് നയിക്കാം. ഇത് ഒഴിവാക്കാനാണ് ഈ ചെക്ക് ലിസ്റ്റ് രീതി. സർജറിക്ക് മുൻപും ശേഷവും വാർഡിലെ ഡോക്ടറും നഴ്സും മുതൽ തിയേറ്ററിലെ ഉദ്യോഗസ്ഥർ വരെ റിപ്പോർട്ടുകളിൽ ഒപ്പിടണം. എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ അന്വേഷണം നൽകി റിപ്പോർട്ട് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. രോഗിയുടെയും ബന്ധുക്കളുടെയും ആശങ്കകൾ അകറ്റാനും ചികിത്സാ രംഗത്ത് വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. ചെറുതാവട്ടെ വലുതാവട്ടെ എല്ലാ സർജറിക്കും ഈ പ്രോട്ടോകോൾ ബാധകമാണ്. പിഴവുകൾ സംഭവിച്ചാൽ ഇനി മുതൽ കൃത്യമായ ഉത്തരവാദിത്തം നിശ്ചയിക്കപ്പെടും. നമ്മുടെ അവകാശങ്ങളും ആശുപത്രിയിലെ സുരക്ഷാ രീതികളും നാമും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.